മക്കളെ, പാണ്ഡവരും കൗരവരും തമ്മിൽ നടന്ന ചൂതുകളിയിൽ തോറ്റുപോയ പാണ്ഡവർ വ്യവസ്ഥയനുസരിച്ചുള്ള 12 വർഷത്തെ വനവാസം പൂർത്തിയാക്കി. തുടർന്ന് 1 വർഷത്തെ അജ്ഞാതവാസവും അവർ ആരംഭിച്ചു. ആരാലും തിരിച്ചറിയപ്പെടാതിരിക്കാൻ അവർ തിരഞ്ഞെടുത്ത സ്ഥലം മാത്സ്യരാജ്യത്തെ രാജാവായ വിരാടൻ്റെ കൊട്ടാരമായിരുന്നു. അവിടെ എത്തിയ പാണ്ഡവർ ഓരോരുത്തരായി രാജാവിൻ്റെ മുന്നിൽ ഹാജരായി. ആദ്യം എത്തിയ യുധിഷ്ഠിരൻ കുങ്കൻ എന്ന ബ്രാഹ്മണനായി രാജകൊട്ടാരത്തിലെ ഖജനാവിൻ്റെയും സൈന്യത്തിൻ്റെയും ചുമതല ഏറ്റെടുത്തു. ഭീമസേനൻ കൊട്ടാരത്തിലെ പാചകശാലയുടെ ചുമതലക്കാരനായി വല്ലവൻ എന്ന പേരിൽ അവിടെ താമസിച്ചു. ദ്രൗപദി സൈരന്ധ്രി എന്ന പേരിൽ മഹാറാണിയുടെ ദാസിയായി ചേർന്നു. അർജുനൻ ബൃഹന്തള എന്ന നപുംസകത്തിൻ്റെ വേഷത്തിൽ വിരാട രാജാവിൻ്റെ പുത്രിയായ ഉത്തരയുടെയും തോഴിമാരുടെയും നൃത്ത അധ്യാപകനായി കൊട്ടാരത്തിൽ താമസിച്ചു. സഹദേവൻ തന്തിപാലൻ എന്ന പേരോടെ വിരാടൻ്റെ കൊട്ടാരത്തിലെ ഗോശാലയുടെ ചുമതലക്കാരനായി. നകുലൻ ഗ്രന്ഥികൻ എന്ന പേരിൽ കൊട്ടാരത്തിലെ കുതിരകളെ പരിശീലിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ജോലി ഏറ്റെടുത്ത് 5 പാണ്ഡവന്മാരും ദ്രൗപദിയും മാത്സ്യരാജ്യത്തെ രാജാവായ വിരാടൻ്റെ കൊട്ടാരത്തിൽ താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും 1 വർഷം നീണ്ടു നിൽക്കുന്ന അജ്ഞാതവാസത്തിൽ പ്രവേശിച്ചു. വിരാട രാജധാനിയിൽ പാണ്ഡവർ അവരവർ ഏറ്റെടുത്ത ജോലികൾ ഭംഗിയായി നിർവഹിച്ചു. പാണ്ഡവർക്ക് കൗരവരെ വലിയ സംശയമുണ്ടായിരുന്നു. അതിനാൽ ദ്രൗപദിയുടെ കാര്യത്തിൽ അവർ പ്രത്യേകമായി ശ്രദ്ധ ചെലുത്തി. പാണ്ഡവർ കൊട്ടാരത്തിലെ താമസം 3 മാസം പൂർത്തിയാക്കി 4-ാമത്തെ മാസത്തിൽ രാജ്യത്തൊരു ബ്രഹ്മോത്സവം നടത്തുവാൻ തീരുമാനിച്ചു. എല്ലാ 4 മാസം കൂടുമ്പോഴും ഈ ഉത്സവം ഇവിടെ നടത്തുക പതിവായിരുന്നു. ഉത്സവകാലത്ത് ധാരാളം മത്സരങ്ങൾ നടക്കാറുണ്ട്. അക്കൂട്ടത്തിൽ വളരെ പ്രാധാന്യത്തോടെ നടത്തിയിരുന്ന ഒരു മത്സരമായിരുന്നു ദ്വന്ദ്വയുദ്ധം. അതിനായി പല നാടുകളിലുമുള്ള മല്ലന്മാർ മാത്സ്യരാജ്യത്ത് എത്തിച്ചേരുക പതിവാണ്. അവർക്കെല്ലാം വളരെ ബഹുമാനവും ബഹുമതികളും രാജാവ് നൽകിയിരുന്നു. ഇത്തവണ നടന്ന ബ്രഹ്മോത്സവത്തിൽ മല്ലന്മാരുടെ കൂട്ടത്തിൽ ജീമൂതൻ എന്നു പേരുള്ള ഒരു ശക്തനായ മല്ലയുദ്ധക്കാരൻ എത്തിച്ചേർന്നിരുന്നു. മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ ജീമൂതൻ വേദിയിലെത്തി എല്ലാവരെയും വെല്ലുവിളിച്ചു. അയാളുടെ രൂപവും ഭാവവും ഒക്കെ കണ്ട് മറ്റു മല്ലന്മാർ ഭയന്ന് പിന്മാറി. ആർക്കും അയാളുടെ നേരെ നോക്കുവാൻ പോലും ഭയമായിരുന്നു. ജീമോദനെ എതിർക്കാൻ ആരുമില്ലാതെ വന്നപ്പോൾ വിരാട രാജാവ് തൻ്റെ കൊട്ടാരം പാചകക്കാരനായ വല്ലവനോട് ജീമോദനെ നേരിടാൻ ആജ്ഞാപിച്ചു. വല്ലവൻ രംഗത്തിറങ്ങി രാജാവിനെയും കാഴ്ചക്കാരെയും നമസ്കരിച്ച ശേഷം ജീമൂതൻ്റെ മുന്നിലെത്തി ഹസ്തദാനം നടത്തി. ഇരുവരും ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. കാണികൾ ജീമൂതൻ്റെ പേരിൽ ഹർഷാരവം മുഴക്കി. മല്ലയുദ്ധം ക്രമേണ വേഗതയാർജിച്ചു. ഇരുവരും പരസ്പരം ഘോരമായി ഏറ്റുമുട്ടി. വിജയത്തിനായി 2 പേരും ശ്രമിച്ചുകൊണ്ടിരുന്നു. നിരായുധരായിരുന്നതിനാൽ ഇരുവരും കൈമൈ മറന്ന് പോരാടി. യുദ്ധം കൂടുതൽ രൂക്ഷമായി തുടങ്ങി. ഇരുവരും ശക്തമായി പരസ്പരം ഇടിക്കുകയും കെട്ടിമറിഞ്ഞ് ചുറ്റിത്തിരിയുകയും ചെയ്തു. ജീമൂതൻ്റെ പക്ഷം ചേർന്നിരുന്ന കാണികൾ ക്രമേണ വല്ലവൻ്റെ പക്ഷം ചേരുകയും അയാൾക്ക് വേണ്ടി ഹർഷാരവങ്ങൾ ഉയർത്തുകയും ചെയ്തു. ഇരുവരും തമ്മിൽ നടന്ന കെട്ടിപ്പിടച്ചിലിനിടയിൽ വല്ലവൻ ജീമൂതനെ കൈകൾ കൊണ്ട് കോരിയെടുത്ത് തലയ്ക്ക് മുകളിൽ ഉയർത്തി. പിന്നീട് ജീമൂതൻ്റെ ശരീരം തലയ്ക്ക് മുകളിൽ വട്ടം കറക്കുവാൻ തുടങ്ങി. കാണികൾ ഒന്നടങ്കം വല്ലവൻ വല്ലവൻ എന്ന് വിളിച്ച് വലിയ ശബ്ദം ഉണ്ടാക്കി. നിമിഷമാത്രം കൊണ്ട് വല്ലവൻ ജീമൂതൻ്റെ ശരീരം നിലത്തടിച്ചു. അസ്ഥികൾ നുറുങ്ങി രക്തം വാർന്നു. ജീമൂതൻ ഇഹലോകവാസം വിടിഞ്ഞു.
വിരാട രാജാവ് അഭിമാനത്തോടെ വല്ലവനെ പ്രശംസിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ഇപ്രകാരം കുറേ മല്ലന്മാർ ഓരോരോ അവസരങ്ങളിൽ വല്ലവൻ്റെ ഇരകളായി. വിരാട രാജാവിന് വല്ലവൻ്റെ പേരിൽ ഒരുപാട് ആദരവുകൾ ലഭിച്ചു. അതിനാൽ വല്ലവൻ രാജാവിൻ്റെ പ്രിയപ്പെട്ട സേവകനായി മാറി. ബൃഹന്തളയായ അർജുനൻ സുകുമാരകലകളുടെ പുണ്യം കൊണ്ട് അന്തഃപുര സ്ത്രീകൾക്കിടയിൽ കീർത്തി നേടി. സഹദേവനും നകുലനും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ പ്രാവീണ്യം പ്രകടിപ്പിച്ച് രാജാവിൻ്റെ പ്രീതിക്ക് പാത്രമായി. നാളുകൾ നീങ്ങിക്കൊണ്ടിരുന്നു. പാണ്ഡവർ വിരാടൻ്റെ രാജധാനിയിൽ താമസിക്കുവാൻ തുടങ്ങിയിട്ട് 10 മാസങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ദ്രൗപദി സൈരന്ധ്രി വേഷത്തിൽ രാജ്ഞിയായ സുദേഷണയെ പരിചരിച്ചുകൊണ്ട് അവരുടെ ഒപ്പം താമസിച്ചു. സുദേഷണയുടെ സഹോദരനും മാത്സ്യരാജ്യത്തിൻ്റെ സേനാപതിയുമായ കീചകൻ യാദൃച്ഛികമായി ദ്രൗപദിയെ കാണുവാൻ ഇടയായി. അവളുടെ സൗന്ദര്യം കണ്ട് കീചകൻ വല്ലാതെ ഭ്രമിച്ചുപോയി. അയാൾ നേരെ സുദേഷണയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, സഹോദരി, അവിടുത്തെ ദാസിമാരിൽ ദേവതയെപ്പോലെ സുന്ദരിയായ ഒരുവളെ കണ്ടു. ആരാണവൾ? ആരുടെ ഭാര്യയാണ്? അവളുടെ സൗന്ദര്യത്തിൽ ഞാൻ ആകെ ആകൃഷ്ടനായിരിക്കുന്നു. അവൾക്ക് വേണ്ടി എൻ്റെ സർവസ്വവും സമർപ്പിക്കുവാൻ എൻ്റെ മനസ്സ് വെമ്പുകയാണ്. സുദേഷണയിൽ നിന്നും ലഭിച്ച കുറച്ച് വിവരങ്ങളുമായി കീചകൻ ദ്രൗപദിയെ സമീപിച്ചിട്ട് പറഞ്ഞു, സുന്ദരി, നീ ആരാണ്? ആരുടെ പുത്രി? എന്തിനീ സൈരന്ധ്രിയുടെ ജോലികൾ ചെയ്യുന്നു? നിങ്ങളൊരു ദേവതയെപ്പോലെ സുന്ദരിയാണ്. ഇവിടെ കഴിയേണ്ടവളല്ല നിങ്ങൾ. ലക്ഷ്മി ദേവി പോലും തോറ്റുപോകുന്ന സൗന്ദര്യമുള്ള നിങ്ങൾ ഒരു സൈരന്ധ്രിയുടെ പണിയെടുക്കുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ ദുഃഖിക്കുന്നു. രാജകീയ സുഖങ്ങൾ അനുഭവിക്കേണ്ടവളാണ് നിങ്ങൾ. നീ അനുവദിക്കുമെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ ഭാര്യമാരെയും ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ അവരെ മുഴുവൻ നിങ്ങളുടെ ദാസ്യന്മാരാക്കാം. ദ്രൗപദി മറുപടിയായി പറഞ്ഞു, അങ്ങയ്ക്ക് ഞാനൊരു പരസ്ത്രീയാണ്. ഒരു കാരണത്താലും എന്നെ ആഗ്രഹിക്കുവാൻ പാടില്ല. അങ്ങയുടെ പത്നിമാരെ സ്നേഹിക്കൂ. സജ്ജനങ്ങളുടെ മനസ്സ് ഒരിക്കലും പരസ്ത്രീയെ മോഹിയില്ല. ഉചിതമല്ലാത്ത പ്രവൃത്തികൾ അവർ ഉപേക്ഷിക്കുന്നു. നിങ്ങളും അപ്രകാരം തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് കേട്ട് കീചകൻ പറഞ്ഞു, സുന്ദരി, നീ ഇങ്ങനെ പറയരുത്. നിന്നെ ഓർത്ത് എൻ്റെ മനസ്സ് നീറുകയാണ്. എൻ്റെ അപേക്ഷ നീ തള്ളിക്കളയരുത്. ഇങ്ങനെ പറഞ്ഞാൽ നിനക്ക് പശ്ചാത്തപിക്കേണ്ടി വരും. ഈ രാജ്യം മുഴുവൻ എൻ്റെ നിയന്ത്രണത്തിലാണ്. നീ എൻ്റെ പട്ടമഹിഷിയാകൂ. ഈ രാജ്യം മുഴുവൻ നിങ്ങളെ അനുസരിക്കും. എല്ലാ രാജകീയ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. ഇത് കേട്ട് ദ്രൗപദി കീചകനോട് പറഞ്ഞു, അല്ലയോ കീചക, നിങ്ങളുടെ ഈ സ്വഭാവം ഒരു സൈന്യാധിപന് ചേർന്നതല്ല. ഇത്തരം ചിന്തകൾ ഉപേക്ഷിക്കൂ. എനിക്ക് ഭർത്താക്കന്മാരായി അതിശക്തന്മാരായ 5 ഗന്ധർവന്മാരുണ്ട്. അവർ നിസ്സാരന്മാരല്ല. എന്നോട് ഇത്തരത്തിൽ പെരുമാറിയതായി അവരറിഞ്ഞാൽ നിങ്ങൾ പാതാളത്തിൽ പോയി ഒളിച്ചാലും നിങ്ങളുടെ ജീവൻ നരകത്തിലെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തിനു വെറുതെ അന്ത്യം വിളിച്ചു വരുത്തുന്നു? ഇത് കേട്ട് നിരാശനായ കീചകൻ സുദേഷണയുടെ അടുത്തെത്തി പറഞ്ഞു, സഹോദരി, ആ സൈരന്ധ്രി എൻ്റെ അപേക്ഷ നിരസിച്ചു. അവളെ രഹസ്യമായി സന്ധിക്കാൻ എന്നെ സഹായിക്കണം. സുദേഷണ പറഞ്ഞു, ഞാൻ ഒന്ന് ചെയ്യാം. അവളെ നിനക്ക് കണ്ടുമുട്ടാനൊരവസരം ഉണ്ടാക്കിത്തരാം. രഹസ്യമായി അവളുമായി സംസാരിച്ച് വശത്താക്കിക്കൊള്ളണം. കീചകൻ അങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരു ദിവസം കീചകൻ സുദേഷണയ്ക്ക് വേണ്ടി കുറച്ച് ഭക്ഷണം തയ്യാറാക്കി. എന്നിട്ട് അവരെ തൻ്റെ താമസ സ്ഥലത്തേക്ക് ക്ഷണിച്ചു. സുദേഷണ സൈരന്ധ്രിയോട് പറഞ്ഞു, സൈരന്ധ്രി, എനിക്ക് കഠിനമായി ദാഹിക്കുന്നു. നീ കീചകൻ്റെ വീട്ടിൽ പോയി എന്തെങ്കിലും പാനീയങ്ങൾ കൊണ്ടുവരൂ. ദ്രൗപദി പറഞ്ഞു, മഹാറാണി, ക്ഷമിച്ചാലും അവിടുത്തെ സഹോദരൻ മര്യാദയില്ലാത്തവനാണ്. മാന്യമായി പെരുമാറാൻ അറിയില്ല. അയാളൊരു നാണം കെട്ടവനാണെന്ന് അവിടത്തേക്കും അറിവുള്ളതാണ്. എന്നെ അയാൾ വല്ലാതെ ശല്യം ചെയ്യുന്നു. ഞാൻ ഇവിടെ വന്ന ദിവസം തന്നെ പറഞ്ഞതാണ്, പരപുരുഷനുമായി ഒരു ബന്ധത്തിന് തയ്യാറായിക്കൊണ്ട് ഞാനിവിടെ ജീവിക്കുകയില്ലെന്ന്. അത് ഞാൻ കൈക്കൊണ്ട പ്രതിജ്ഞയാണ്. അവിടത്തേക്ക് അതറിവുള്ളത് തന്നെയാണ്. ഇവിടെ വേറെയും ദാസിമാരില്ലേ? അവരെ ആരെയെങ്കിലും അയച്ചാലും. അപ്പോൾ സുദേഷണ പറഞ്ഞു, സൈരന്ധ്രി, ഞാനാണ് നിന്നെ അവിടേക്ക് പറഞ്ഞു വിടുന്നത്.
അതറിഞ്ഞാൽ കീചകന് നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. ഇത് കേട്ട് വളരെ ഭയത്തോടെ ദ്രൗപദി കീചകൻ്റെ വീട്ടിലേക്ക് പോയി. തൻ്റെ പാതിവൃത്യം കാത്തുകൊള്ളണമെന്ന് ദ്രൗപദി സൂര്യദേവനോട് മനസ്സുരുകി പ്രാർത്ഥിച്ചു. സൂര്യൻ ദ്രൗപദിയുടെ പ്രാർത്ഥന കേട്ട് ഒരു രാക്ഷസനെ അവളുടെ സംരക്ഷണത്തിനായി അയച്ചു. അയാളെ ആർക്കും കാണുവാൻ കഴിയുമായിരുന്നില്ല. മനസ്സു നിറയെ ഭയവുമായി ദ്രൗപദി കീചകൻ്റെ വീട്ടിൽ എത്തി. അപ്പോഴും അവളുടെ മനസ്സ് സൂര്യദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദ്രൗപദി കീചകൻ്റെ വീട്ടിലേക്ക് കയറി. അയാൾ അവളെ കണ്ടപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ എഴുന്നേറ്റ് വന്നു. സുന്ദരി, സുന്ദരി, നീ വന്നുവല്ലോ. ഇന്നെനിക്ക് ഒരു സുദിനമാണ്. ഭാഗ്യം നിറഞ്ഞ ഒരു ദിവസമാണ്. വരൂ, ഇനി എൻ്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കൂ. ദ്രൗപദി പറഞ്ഞു, ദാഹത്താൽ വലഞ്ഞിരിക്കുന്ന മഹാറാണിക്ക് കുടിക്കുവാൻ എന്തെങ്കിലും കൊണ്ടുപോകുവാനാണ് ഞാൻ വന്നത്. അത് നീ ചെയ്യേണ്ട ജോലിയല്ല. കൊട്ടാരത്തിൽ വേറെ ദാസിമാരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കീചകൻ ദ്രൗപദിയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു. ദ്രൗപദി അതിനെ എതിർത്തെങ്കിലും കീചകൻ അത് അവഗണിച്ചു. ദ്രൗപദി പ്രാർത്ഥന പോലെ പറഞ്ഞു, എൻ്റെ ഭർത്താക്കന്മാർക്ക് അഹിതമായി ഞാൻ ഒന്നും പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് നിൻ്റെ ശത്രുക്കൾ നിന്നെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കും. പെട്ടെന്ന് ദ്രൗപദി കുതറി മാറി. അവളുടെ വാക്കുകളെ അവഗണിച്ചുകൊണ്ട് അയാൾ വീണ്ടും ദ്രൗപദിയെ കടന്നു പിടിച്ചു. ദ്രൗപദി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കീചകൻ അവളുടെ ഉടുവസ്ത്രത്തിൽ പിടിച്ചു. ദ്രൗപദി അയാളെ എല്ലാ ശക്തിയും എടുത്ത് തള്ളി. അയാൾ നിലതെറ്റി തറയിൽ വീണു. ദ്രൗപദി വേഗം തന്നെ പുറത്തിറങ്ങി രാജസഭയിലേക്ക് ചെന്നു. പിന്നാലെ എത്തിയ കീചകൻ അവളെ കാലുയർത്തി ചവിട്ടി. അവൾ വിരാട രാജാവിൻ്റെ മുന്നിലേക്ക് വീണു. ഈ സമയത്ത് സഭയിൽ യുധിഷ്ഠിരൻ ഭീമസേനനും ഉണ്ടായിരുന്നു. ദ്രൗപദിക്ക് സംഭവിച്ച ദുരന്തമറിഞ്ഞ് അവർ അസ്വസ്ഥരായി. മനസ്സു നിറയെ അമർഷവുമായി ഭീമൻ കീചകനെ കൊല്ലാൻ വേണ്ടി പുറപ്പെട്ടു. തങ്ങളെ സംബന്ധിക്കുന്ന രഹസ്യം പുറത്താകുമെന്ന് ഭയന്ന് യുധിഷ്ഠിരൻ ഭീമൻ്റെ കയ്യിന്മേൽ പിടിച്ച് സൂചന കൊടുത്തു. ദ്രൗപദി വിരാട രാജാവിൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നശിപ്പിക്കുവാൻ ശക്തിയുള്ളവരാണ് എൻ്റെ ഭർത്താക്കന്മാർ. ധർമ്മപരിപാലനത്തിൻ്റെ ബന്ധനം അവരെ തടയുന്നു. ഞാൻ എൻ്റെ ഭർത്താക്കന്മാരുടെ പതിവ്രതയായ പത്നിയാണ്. ഇന്ന് സൂതപുത്രനായ ഒരു അധമൻ എൻ്റെ മേൽ കൈവച്ചു. അഭയം തേടുന്നവർക്ക് ആശ്രയം നൽകിക്കൊണ്ട് രഹസ്യമായി സഞ്ചരിക്കുന്ന എൻ്റെ ഭർത്താക്കന്മാർ അവരുടെ പതിവ്രത ഒരു സൂതനാൽ അപമാനിക്കപ്പെടുന്നത് കാണുന്നില്ലേ? മഹാരാജാവേ, അങ്ങും അതിന് സാക്ഷിയല്ലേ? കീചകൻ പ്രവർത്തിച്ചത് നീതിയാണെന്ന് അങ്ങയ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങ് ഈ നീചൻ്റെ പ്രവൃത്തിയെ നിയമപരമായി തടയാത്തത് എന്തുകൊണ്ട്? അങ്ങ് എന്തിനതിനും മടിക്കുന്നു? ഈ നീചനെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ ഈ സഭയുടെ അന്തസ്സിന് തന്നെ കോട്ടം സംഭവിക്കില്ലേ? മഹാരാജാവെ, അങ്ങ് നീതിപൂർവ്വം പ്രവർത്തിക്കാൻ എന്തിനു മടിക്കുന്നു? ആ ഒരു ദുഷ്പേര് ഈ സഭാവാസികൾക്ക് തന്നെ നാണക്കേടാകും. സംഭവങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയ സഭാവാസികൾ സൈരന്ധ്രിയുടെ പക്ഷം ചേർന്നു. അപ്പോൾ യുധിഷ്ഠിരൻ എഴുന്നേറ്റ് വന്നു. സൈരന്ധ്രി, നീ ഇനി ഇവിടെ നിൽക്കേണ്ട. മഹാറാണിയുടെ അടുത്തേക്ക് പോകൂ. നിന്റെ ഭർത്താക്കന്മാരായ ഗന്ധർവന്മാർ നീചനായ കീചകനോട് പക വീട്ടുക തന്നെ ചെയ്യും. ചിതറിയ മുടിയും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ദ്രൗപദി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.